നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയ്ക്കായി ഒത്തുകൂടി കൊച്ചിയിലെ സാംസ്കാരിക പ്രവർത്തകർ. അതിജീവിതയ്ക്കൊപ്പം എന്ന പേരിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രമുഖർ പങ്കെടുത്തു. ഇനിയും അതിജീവിതയ്ക്കൊപ്പം തന്നെ എന്ന പരിപാടിയിൽ പങ്കെടുത്തവർ പ്രതിജ്ഞ ചൊല്ലി. നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി വന്നതിന് പിന്നാലെയാണ് സാംസ്കാരിക പ്രവർത്തകർ കൊച്ചിയിൽ ഒത്തുകൂടിയത്. അതിജീവിതയുടെ അഭിഭാഷക TB മിനി, സുനിൽ P ഇളയിടം, ലാലി PM, ശീതൽ ശ്യാം തുടങ്ങിയവർ സംസാരിച്ചു. വിധി വന്നപ്പോൾ തന്നെ കുറച്ചുപേരെ ഒക്കെ ശിക്ഷിച്ചുകൊണ്ട് സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടുക എന്ന ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ആ വിധി. ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടാണ്, അത് ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് സമൂഹത്തിനും അറിയേണ്ട ആവശ്യമുണ്ട്. ഇതിനെക്കുറിച്ച് യാതൊന്നും പറയാതെ കുറ്റാരോപിതനായ വ്യക്തിയെ നിരുപാധികം വിട്ടയക്കുന്ന ഒരു പ്രവണതയായിരുന്നു നമ്മൾ കണ്ടത്. ഈ കേസിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന കാര്യം കോടതി തന്നെ കാണുന്നുണ്ട്. പക്ഷേ ഈ ഗൂഢാലോചനയുടെ പിന്നിൽ ആരാണ് എന്നത് അവ്യക്തമായിരിക്കുന്നു. അങ്ങനെ ഒരു വിധിന്യായത്തിന് എങ്ങനെയാണ് നിലനിൽക്കാൻ കഴിയുക എന്നത് സംശയകരമാണ്. കാരണം ഒരു കുറ്റകൃത്യം നടന്നു, ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ ആളുകളുണ്ട്, അവരെ ശിക്ഷിച്ചു. കുറ്റകൃത്യം ആസൂത്രണം ചെയ്ത ആളുകളുണ്ട്, അവരാരാണെന്ന് വ്യക്തമായിട്ടില്ല. എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പ്രാഥമികമായി ചെയ്യേണ്ട ഒരു കാര്യം ആ കുറ്റവാളി ആരെന്ന് കണ്ടെത്തുക, അതുകൂടി കണ്ടെത്തിക്കൊണ്ട് ഇതിനെ ആകമാനം പുനർവിചാരണയ്ക്ക് വിധേയമാക്കുക എന്നതാണ് ഇതിൽ ചെയ്യാവുന്ന സ്വാഭാവിക നീതി. കോടതി വിധിയെ തെളിവുകൾ ചൂണ്ടിക്കാട്ടിയാണ് അഡ്വക്കേറ്റ് TB മിനി വിമർശിച്ചത്. ജഡ്ജിയെ അനുകൂലിച്ച് പോസ്റ്റിട്ടത് BJP-ക്കാരാണെന്നും TB മിനി പറഞ്ഞു. ഈ ജഡ്ജ്മെന്റ് വന്നിട്ട് ഒരു ഇടതുപക്ഷക്കാരും, ഒരു CPM-കാരും, ഒരു CPI-ക്കാരും, ഒരു മഹിളാ അസോസിയേഷൻകാരും ആരും തന്നെ ഈ ജഡ്ജ്മെന്റിനെ അനുകൂലിച്ച് അല്ലെങ്കിൽ ജഡ്ജിയുടെ ഫോട്ടോ വെച്ച് ഒരു പോസ്റ്റ് ഇടുന്നത് ഞാൻ കണ്ടില്ല. കണ്ടതെല്ലാം BJP-യുടെ കംപ്ലീറ്റ് പ്രൊഫൈലുകൾ. കൃഷ്ണരാജ് അടക്കം, കൃഷ്ണരാജിന് ഈ കേസിന്റെ ഒന്നും അറിയില്ലെങ്കിലും ജഡ്ജിയുടെ പടം വെച്ച് പോസ്റ്റ് ഇട്ടേക്കുന്നതാണ് ഞാൻ കണ്ടത്. അതിജീവിതയ്ക്കൊപ്പം ഇനിയും തുടരുമെന്ന ഫ്ലാഷ് ലൈറ്റുകൾ ഉയർത്തി ഉറക്കെ പ്രതിജ്ഞയെടുത്താണ് സാംസ്കാരിക പ്രവർത്തകർ പിരിഞ്ഞത്. ന്യൂസ് മലയാളം, കൊച്ചി.